റൊണാൾഡോ അങ്ങനെ ഹെയ്റ്റേഴ്സിന് റിപ്ലൈ കൊടുത്തു. ക്രിസ്ത്യാനോ 2 ഗോൾ അടിച്ചു. ഉസ്ബെക്കിസ്ഥാൻ വേഴ്സസ് പോർച്ചുഗൽ മാച്ചിൽ 5-0 പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ തോൽപ്പിച്ചത്. പോർച്ചുഗലിനായ ക്രിസ്ത്യാനോ, ബ്രൈസ്, പിന്നെ ന്യൂനോ മെൻഡസിൻ്റെ ഗോളും പിന്നെ ആ പ്ലെയേഴ്സായ റഫാലിയോയും അവരെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തു. പക്ഷേ ഈ മത്സരം കൊണ്ട് പോർച്ചുഗൽ അത്ര സൂപ്പറാണെന്നും പറയാൻ പറ്റില്ല. കാരണം ഉസ്ബെക്കിസ്ഥാനാണ് പിന്നെ അവരുടെ അടുത്ത കളിയായ കൊളംബിയക്കെതിരെ ഇതുപോലത്തെ ഒരു പെർഫോമൻസ് നടത്തിയ അപ്പോൾ പോർച്ചുഗൽ ഒരു ഡിസേർവ് ചെയ്യുന്ന ടീമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ക്രൊയേഷ്യ വേഴ്സസ് പനാമ മാച്ചിൽ ക്രൊയേഷ്യ പനാമിനെ 1-0 തോൽപ്പിച്ചത്. കൊളംബിയ വേഴ്സസ് DR കോങ്കോ മാച്ച് 1-0 കൊളംബിയ ജയിച്ചു. കൊളംബിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിൻ്റെ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് 6 പോയിൻറ്റോടെ. പിന്നെ ഗാന വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ച് അതൊരു 0-0 ഡ്രോയിലാണ് അവസാനിച്ചത്. ഇംഗ്ലണ്ട് നല്ല ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അർജൻറ്റീന വേഴ്സസ് ഓസ്ട്രിയ മാച്ച് മെസ്സി വീണ്ടും ഗോൾ സ്കോർ ചെയ്തു ഗൈസ്. ഐ തിങ്ക് മെസ്സിക്ക് ഇപ്പോൾ 5 ഗോൾസാണ് ഈ 3 മാച്ചോടെ കിട്ടിയത്. പിന്നെ മെസ്സി ആ 6 ഗോൾ എന്ന റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് മെസ്സിയുടെ റെക്കോർഡ് 18 ഗോളായി. പിന്നെ ജോർദാൻ വേഴ്സസ് അൾജീരിയ മാച്ച് അത് 2-1 ജയിച്ചു ജോർദാൻ. എംബാപ്പെ വേഴ്സസ് ഹാലൻഡ് എന്നുള്ള സാധനം ഇപ്പോൾ കത്തി നിൽക്കണം. കാരണം എംബാപ്പെ 2 അടിച്ചു. ഫ്രാൻസ് വേഴ്സസ് ഇറാഖ് മാച്ചിൽ 3-0 ഫ്രാൻസ് ജയിച്ചു. എംബാപ്പെ 2 ഗോളുകൾ അടിച്ചു. പിന്നെ ബാലൺ ഡിയോർ പിന്നെ ഉസ്മാൻ ഡെംബേലയുടെ ഗോള് അതിൽ ഫ്രാൻസ് ജയിച്ചു. ആ മത്സരത്തിനിടയിൽ കാരണം ഹാഫ് ടൈം ആയപ്പോൾ മത്സരം ഏകദേശം 1-2 മണിക്കൂർ വൈകിട്ടാണ് തുടങ്ങിയത്. കാരണം നല്ല രീതിക്ക് മഴ ഉണ്ടായിരുന്നു ആ സ്റ്റേഡിയത്തിൽ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫുട്ബോൾ മാച്ചിൽ അങ്ങനെ മഴയായിട്ട് കാണുന്നത്. എംബാപ്പെ ആയിരുന്നു ആ കഴിഞ്ഞ മാച്ചിലെ മാൻ ഓഫ് ദ മാച്ച്. പിന്നെ ഹാലൻഡ് 2 ഗോൾ അടിച്ചു. നോർവേ വേഴ്സസ് സെനഗൽ മാച്ച് ഹാലൻഡ് 2 ഗോൾ അടിച്ചു നോർവേക്ക് വേണ്ടി. ഹാലൻഡിൻ്റെ ഒരു നല്ല കിടില പെർഫോമൻസ് ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. എംബാപ്പയ്ക്ക് പറ്റി ഒരു റിപ്ലൈ ഹാലൻഡ് കൊടുത്തു. എംബാപ്പെ വേഴ്സസ് ഹാലൻഡ് എന്നുള്ള കാര്യം നമുക്ക് ഒരു മാച്ച് വരുന്നുണ്ട്, നോർവേ വേഴ്സസ് ഫ്രാൻസ്. ആ മത്സരത്തിൻ്റെ റിസൾട്ട് നോക്കി നമുക്കറിയാം എംബാപ്പയോ അതോ ഹാലൻഡോ ബെസ്റ്റ് ഉണ്ട്. മെക്സിക്കോ വേഴ്സസ് ചെക്കിയ മാച്ച് മെക്സിക്കോ 3-0 ചെക്കിയനെ തോൽപ്പിച്ചു. സൗത്ത് ആഫ്രിക്ക 1-0 തോൽപ്പിച്ചു. അവർ തുടങ്ങിയത് മെല്ലെയാണെങ്കിലും അവരേകദേശം ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക റൗണ്ട് ഓഫ് 32 പ്രൊമോഷൻ കിട്ടി. 4 പോയിൻറ്റോടെ 2-ാം സ്ഥാനത്താണ് സൗത്ത് ആഫ്രിക്ക. ബോസ്നിയ ആൻഡ് ഹെർസഗോവിന വേഴ്സസ് ഖത്തർ മത്സരം 3-1 ജയിച്ചു. കാനഡ വേഴ്സസ് സ്വിറ്റ്സർലാൻഡ് മത്സരം സ്വിറ്റ്സർലാൻഡ് 2-1 കാനഡനെ അവരുടെ ഹോമിൽ വെച്ച് തോൽപ്പിച്ചു. മൊറോക്കോ വേഴ്സസ് ഹാത്തി മാച്ച് 4-2 മൊറോക്കോ ജയിച്ചത്. ഹക്കീമിയുടെ ഫസ്റ്റ് ഗോൾ ഇൻ വേൾഡ് കപ്പ്. പിന്നെ നെയ്മർ തിരിച്ചു വന്നു ഗൈസ്. കാരണം ബ്രസീൽ വേഴ്സസ് സ്കോട്ട്ലാൻഡ് മത്സരം വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു ബ്രേസ്. അതിനെക്കാട്ടും വലിയ കാര്യം എന്താ വെച്ചാൽ നെയ്മർ തിരിച്ചു വന്നു. ആ ലോങ് ഇഞ്ചുറിയിൽ നിന്ന് നമ്മളെല്ലാവരും കാണണമെന്ന് ആഗ്രഹിച്ച ആ മത്സരം. നെയ്മറിൻ്റെ കംബാക്ക് ടു ഫുട്ബോൾ, കംബാക്ക് ടു ബ്രസീൽ. അങ്ങനെ ഒരു നല്ല രീതിക്ക് നെയ്മർ പാകത്തിനെ കളിച്ചു. നല്ല രീതിക്കൊരു നല്ല ടച്ചസ് എടുത്തു. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.